കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ ഇന്ത്യൻ കോഫി ഹൗസിന്റെ മുതലാളിമാരും തൊഴിലാളികളുമായ സഖാക്കളെ മറ്റൊരു പറയേണ്ട കാര്യം, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, തൊഴിലാളി സഖാക്കളെ, എനിക്ക് മനസ്സിലാവാത്തില്ല ഈ സമരം എങ്ങനെ ഉണ്ടായി എന്നതാണ് എനിക്ക് മനസ്സിലാവാൻ. കാരണം തൊഴിലാളികൾ തന്നെ അവരുടെ പണം മുടക്കി അവർ തന്നെ സ്ഥാപിച്ച ഒരു സ്ഥാപനം, അത് മഹാനായ AKG നേതൃത്വം കൊടുത്ത സ്ഥാപനം. ആ സ്ഥാപനം പിടിച്ചടക്കാൻ ചില നേതാക്കന്മാർ തയ്യാറാകുക എന്ന് പറയുന്നത് എത്രയോ അപലപനീയമായ കാര്യമാണ്. ഇപ്പൊ ഇന്ത്യൻ കോഫി ഹൗസിൽ നല്ലവരായി നിങ്ങളുടെ ഈ സ്ഥാപനത്തെ പിടിച്ചടക്കാൻ നടക്കുന്ന ആ ഗൂഢശ്രമമാണ് ഫാസിസം എന്ന് പറയുന്ന നടപടി. അപ്പൊ ഇത് തൊഴിലാളികൾക്കെതിരെയുള്ള രാഷ്ട്രീയ ഫാസിസത്തിന്റെ നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണോ? അദ്ദേഹം അത് പറയണം. അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അദ്ദേഹത്തെ ഒരു ഫാസിസ്റ്റ് എന്ന് വിളിക്കാൻ ഞാൻ നിർബന്ധിതനാവും. യാതൊരു സംശയമില്ല. അദ്ദേഹം അറിയുന്നില്ലെങ്കിൽ, ഇപ്പൊ ഒന്നും തന്നെ അദ്ദേഹം അറിയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ആ കാര്യത്തിൽ അദ്ദേഹത്തോട് പ്രതികാരമോ എനിക്ക് പരാതിയില്ല. ഇവിടെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിലെ ബിന്ദു എന്ന ഒരു സ്ത്രീയുടെ അഴിഞ്ഞാട്ടമാണ് ഈ വസ്തുതയ്ക്കെല്ലാം കാരണം എന്നാണ്. അവരെ കുടിയിരുത്തേണ്ട സ്ഥലം ഏതാണെന്ന് മാന്യമായി ഗവൺമെന്റ് പരിശോധിക്കണം എന്നെനിക്ക് അഭിപ്രായമുണ്ട്. ഒരു സ്ത്രീയാണ് എന്നതുകൊണ്ട് അവരെ പറ്റി അതിൽ കൂടുതൽ പറയുന്നത് ശരിയല്ല. പക്ഷെ അവർക്ക് എന്ത് സംഭവിച്ചു? ഒരു മാനസിക രോഗിയെ പോലാണ് അവർ പെരുമാറുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ സ്ഥാപനത്തോട് വൈരാഗ്യത്തോടു കൂടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന അവർ തന്നെയാണ്. അതിന് ഗവൺമെന്റിന്റെ ഒത്താശ, അതാണ് ഇതിനകത്തെ പ്രശ്നം. ഇവിടെ നിന്ന് മാറ്റപ്പെട്ട ആ സ്ത്രീയെ എന്തിന് വീണ്ടും ഇവിടെ തന്നെ കൂടെ വെച്ചു എന്ന് ഗവൺമെന്റ് പറഞ്ഞേ മതിയാവും. അവിടെയാണ് ഇവിടുത്തെ പ്രശ്നം. മഹാനായ AKG എന്ന് പറയുന്ന തൊഴിലാളി വർഗ നേതാവ് മാത്രമല്ല, കർഷക ബന്ധു കൂടിയായ സഖാവ് AKG അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്, ശിരസ് നമിക്കുകയാണ്. അദ്ദേഹം മനുഷ്യ സ്നേഹിയായിരുന്നു. കാരണം തൊഴിലാളി വർഗത്തിന് വേണ്ടി പോരാടുന്നതോടൊപ്പം ചുരുളി വീര്യത്തോട് മേഖലയിൽ കർഷകന്റെ കുടിയിറക്കുണ്ടായപ്പോ അവിടെയും ഓടിയെത്തി ഗവൺമെന്റിന്റെ നടപടിക്കെതിരെ ശക്തമായി ഉപവാസം ആരംഭിച്ച മഹാനായ നേതാവാണ് അദ്ദേഹം എന്ന് നമുക്കറിയാം. അപ്പൊ കേരളത്തിലെ മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കിയ ഏറ്റവും വലിയ മനുഷ്യ സ്നേഹി സ്ഥാപിച്ച ഈ പ്രസ്ഥാനത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ പേര് നടക്കുന്ന ആളുകൾ നശിപ്പിക്കരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന. അവിടെയാണ് ഇവിടുത്തെ പ്രശ്നം. ഒരു കാരണവശാലും അത് ചെയ്യരുത്. ഞാൻ മറ്റു വിശദാംശങ്ങളൊന്നും കിടക്കുന്നില്ല, രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഒരു രാഷ്ട്രീയം ഞാൻ കാണുന്നുമില്ല. എനിക്ക് പ്രത്യേക രാഷ്ട്രീയം ഇല്ലാതായിരുന്നു. അതാണ് വേറൊരു പ്രത്യേകത. ഞാൻ ഇടതുപക്ഷമല്ല, UDF അല്ല, പിന്നെ വേറെ BJP. മൂന്നിനെയും വീട്ടിൽ പറഞ്ഞു വിട്ടിട്ടാണ് ജനങ്ങൾ എന്നെ നിയമസഭയിലേക്ക് വിട്ടിരിക്കുന്നത്. ഞാൻ ജനപക്ഷമാണ്. അത് നല്ല ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. 28,000 ഭൂരിപക്ഷം. നിന്ന് എല്ലാത്തിന്റെയും കെട്ടിവെച്ചത് കളഞ്ഞു. ഒരാൾക്ക് മാത്രം ചെറിയ അബദ്ധം പറ്റി. ഒരു 10,000 വോട്ടിനെ കുറച്ചിരുന്നെങ്കിൽ എല്ലാത്തിനും കെട്ടിവെച്ചത് പോയെ. ഞാനിതിന്റെ ഇവിടെ പറഞ്ഞു, ഇത് പറയാൻ വന്നവനാണ്. ഇത് പറയാൻ കാര്യം, കേരളത്തിലൊരു ശരാശരി മനുഷ്യന്റെ വികാരമാണ് പൂഞ്ഞാറ്റ് പ്രകടിപ്പിക്കപ്പെട്ടത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി. ഇവിടെ കഴിഞ്ഞ 60 വർഷമായി ഇടതുപക്ഷവും UDFും മാറി മാറി ഭരിക്കുക. നിങ്ങളുടെ ഇവിടെ നിൽക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുന്നണിയോട് സ്നേഹവും ബന്ധവും ഉള്ളവരാണ് എന്നെനിക്കറിയാം. നിങ്ങൾക്ക് ഈ 60 കൊല്ലമായി എന്ത് കിട്ടി എന്ന് നിങ്ങൾ പറയണം. ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് കിട്ടി എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ഈ നേതാക്കന്മാരെല്ലാം ബാധ്യസ്ഥരാണ്. ഞാൻ ഒരു ചെറിയ കാര്യം ചോദിക്കട്ടെ.
ഇപ്പൊ ഒരു പെണ്ണുമ്പിള്ളയുടെ കാര്യം ഞാനിവിടെ പറഞ്ഞു. ഏതെങ്കിലും ഒരു ആഫീസിൽ പോയി മനസമാധാനത്തോടുകൂടി ഇതിനെ തിരിച്ചു വരാൻ ഏതെങ്കിലും ഒരു മലയാളിക്ക് കഴിയുന്നുണ്ട്? ഒന്നെങ്കിൽ കാശ് കൊടുക്കണം, ഇല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആഫീസർമാർ തട്ടിക്കയറ്റം കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരുമില്ല എന്ന ഗതികേടാണ്. അപ്പൊ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇന്ന് രാഷ്ട്രീയ മേലാളന്മാർ, ഞാൻ ഇന്ന് പാവപ്പെട്ടവൻ ചെരുപ്പ് പോലും ഇടാത്തവൻ അവർ MLA എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഇന്ന് ഞാൻ വരുന്ന വഴിക്ക് ഒരു പട്ടണത്തിൽ ഇറങ്ങിയപ്പോ